ഇന്നത്തെ ദിവസം സാധാരണ ദിവസത്തേക്കാളും കുറച്ച് വ്യത്യാസമുള്ള ഒരു റൊട്ടീനുള്ള ദിവസം. അതെന്താന്ന് ചോദിച്ചാ അമ്മ വീട്ടിലില്ല. അമ്മ വീട്ടിലില്ല, ഇല്ലാതിരിക്കുകയും അച്ഛനെ കുളിക്കാൻ മടിയാണെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ഡ്യൂട്ടി എന്റെയാ. അത് ചെയ്തില്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കേൾക്കുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്കൊരു വെറൈറ്റിയാ. എല്ലാ ദിവസവും ഈ സമയങ്ങളിൽ ഞാൻ ജോലി സ്ഥലത്തോ ജോലിയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ വീട് പറ്റുന്നത് പാതിരാത്രിയാ. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങളാണ് മിക്കപ്പോഴും. ഇങ്ങനെ വീട്ടിലിരിക്കാനോ സന്ധ്യകൾ കാണാനോ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താനോ വീട്ടുകാരായിട്ട് വർത്താനം പറയാനോ അങ്ങനെ ഒന്നും എനിക്ക് പൊതുവെ സമയം കിട്ടാറില്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന ഓരോ ദിവസങ്ങൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുമുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാൻ. നല്ല രസമല്ലേ? നമ്മുടെ വീടും സന്ധ്യ സമയത്തുള്ള പ്രകൃതിയും വിളക്ക് കൊളുത്തിയ സാമ്പ്രാണിയുടെ മണവും, സാമ്പ്രാണി എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി കേട്ടോ, അതിൻ്റെ മണവും അങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമല്ലേ? അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ഓണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുന്നത്. കർക്കിടകം പോയി, ചിങ്ങമാസം വന്നു, പുതിയ വർഷം തുടങ്ങി. ഇനി അങ്ങോട്ട് എല്ലാ വീടുകളിലും ഓണത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. എൻ്റെ ഓർമ്മയിലെ മനോഹരമായ ഒരു ഓണം, അത് അത്തം മുതൽ തിരുവോണം വരെ വട്ടത്തിന്റെ എണ്ണം കൂട്ടിയിടുന്ന പൂക്കളവും തലേന്ന് പൂവിനായിട്ട് അടുത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് പൂ പറിക്കാൻ വേണ്ടിയിട്ട് തൊടിയിലും പാടത്തും ഒക്കെയുള്ള ഓട്ടവും ഒക്കെയാണ്. ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരു സിനിമ പോലെയാ തോന്നുന്നേ. അന്നൊക്കെ അത്തം തുടങ്ങിയ ഓരോ ദിവസവും ഓരോ തരം മുറുക്കുകൾ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങും. എൻ്റെ അമ്മ അത്ര കാര്യമായിട്ട് ഉണ്ടാക്കില്ലെങ്കിലും വല്യമ്മ കൃത്യമായിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. പല കൂട്ടം സാധനങ്ങള് ഒന്നിച്ചു ചേർത്ത് ഒരു ആഡംബര ഓണം. അമ്മയ്ക്ക് തിരുവോണ ദിവസം സാധാരണ ദിവസം പോലെ ആയിരിക്കില്ല. കുറെ കറികളും ചോറും പായസവും ഒക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര ഒരുക്കം തന്നെ ആയിരിക്കും. പിന്നെന്താ, അടുത്ത 3-4 ദിവസം ഇതേ കറികളും പായസവും അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ഇന്ന് അമ്മ ഇച്ചിരി മടിച്ചായിട്ടോ. ഇപ്പോ വീടിന്റെ അടുത്ത് തന്നെ കറികളും എത്ര കൂട്ടം പായസം വേണേലും കിട്ടുന്ന കാറ്ററിംഗ് സർവീസുകളുണ്ട്. അമ്മയാണേലോ ഓണത്തിന് അത് വെച്ച് അങ്ങ് സെറ്റാക്കും. അമ്മ അമ്മയ്ക്ക് തന്നെ കൊടുക്കുന്ന ഒരു റെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അത് കാണാനും ഒരു രസമാണ്. എന്താ അല്ലേ?